പറഞ്ഞുകൊണ്ട് എഴുതി തന്നു. ഒരു റീടെക്സ്റ്റ് പോലും സാർ എഴുതി തന്നില്ല. പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ കണ്ണീരോട് കൂടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് ആ ഡ്രൈവിംഗ് സ്കൂളിലെ സാറും പറഞ്ഞു, മിനി സാറ് ഒരു റീടെസ്റ്റ് പോലും എഴുതി തന്നില്ലല്ലോ, എത്ര നന്നായിട്ട് അവൻ ഡ്രൈവ് ചെയ്യണത്, സംസാരിക്കുന്നവർ പോലും ഇത്ര ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാറില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ണീരോട് കൂടെ സങ്കടത്തോടെ ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അമ്മേ, വാഹനം വാങ്ങിക്കുകയും ചെയ്തല്ലോ അമ്മേ, അവന് എന്തൊരാഗ്രഹം അമ്മേ. എന്നിട്ട് എൻ്റെ മോൻ പാസ്സായിട്ട് പോലും കിട്ടിയില്ല. മനുഷ്യൻ എഴുതി തള്ളിയാലും ദൈവം എഴുതി തള്ളിയല്ലോ മാതാവി എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരോട് കൂടി, എൻ്റെ കണ്ണുനീര് അത്രമാത്രം ഈ ദേവാലയത്തിൽ വീണിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും എനിക്ക് ഏക ആശ്രയം ഈ കൃപാസന മാതാവാണ്. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. സാധാരണഗതിയിൽ ഞാനങ്ങനെ ഫോൺ എടുക്കാറില്ല. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ സാറാണ്. വ്യാഴാഴ്ച മോന് റീടെസ്റ്റിന് വന്നിട്ടുണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 10 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞു വരാൻ സാറേ എന്ന് പറഞ്ഞു ഇവിടുന്ന് മാതാവിനോട് നന്ദി പറഞ്ഞ് പോയി. ആ ടെസ്റ്റ് മോൻ പാസ്സായി, അവന് ലൈസൻസ് കിട്ടി. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ നടക്കെ മാതാവിന് സമർപ്പിച്ച് നന്ദി